എറണാകുളം കോതമംഗലത്ത് യുവതിയെ വെട്ടിക്കൊലപ്പെടുത്തി പിണ്ടിമന സ്വദേശി സിനി ബിജുവാണ് മരിച്ചത്. സിനിയുടെ ഭർത്താവ് ബിജുവിനെ കയ്യിൽ പരിക്കേറ്റ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നിതിൻ സേവ്യർ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ തുടരുന്നുണ്ട്. നിതിൻ, എന്താണ് സംഭവിച്ചത്? എപ്പോഴാണ് ഈ ഒരു കൊലപാതകം കണ്ടെത്തിയത്? ഈ സിനിയുടെ ഭർത്താവിന് ഈ കൊലപാതകത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ? പോലീസ് എന്താണ് മനസ്സിലാക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട പോലീസ് വിശദമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. കോതമംഗലം പോലീസാണ് നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് ഇയാൾ നിലവിൽ ഇപ്പോൾ ഈ ഭർത്താവ് ബിജു നിലവിൽ ആശുപത്രിയിൽ കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇയാളെ ചികിത്സയ്ക്ക് ശേഷം പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ഇയാൾ ഉള്ളത്. ഇയാളെ ചോദ്യം ചെയ്ത ശേഷം അല്ലെങ്കിൽ ഇയാളുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമായിരിക്കും എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി പോലീസിന് മനസ്സിലാവുകയുള്ളൂ. ഈ ബിജുവും സിനിയും തമ്മിൽ കഴിഞ്ഞ കുറെ നാളുകളായി ഇത്തരത്തിൽ ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഏതെങ്കിലും വാക്കുതർക്കമുണ്ടാവുകയോ അത്തരമൊരു വാക്കുതർക്കത്തിനിടയിൽ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതാണോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇയാൾ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയതാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആക്രമണത്തിൽ ഇരുവർക്കും പരിക്കേറ്റതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. അതിലും ബിജുവിനും കാര്യമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. കൈത്തണ്ടയിലടക്കം വെട്ടേറ്റിട്ടുണ്ട്. അങ്ങനെയാണ് ബിജുവിനെ ഇപ്പോൾ ധർമ്മഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. നിലവിൽ ഇയാൾ പോലീസ് നിരീക്ഷണത്തിലാണ്. പിണ്ടിമന വൈറ്റിലപ്പാറ സ്വദേശിയായ സിനി ബിജുവാണ്, 46 വയസ്സാണ്. സിനി ബിജുവാണ് ഇത്തരത്തിൽ വെട്ടേറ്റ് മരിച്ചിട്ടുള്ളത്. ഭർത്താവ് നിലവിൽ ചികിത്സയിലാണ്, ഒപ്പം പോലീസിന്റെ നിരീക്ഷണത്തിലുമാണ്. ഇയാളെ അല്പസമയത്തിനുള്ളിൽ ഈ ചികിത്സ കഴിഞ്ഞാൽ ഉടൻ തന്നെ പോലീസ് ചോദ്യം ചെയ്യും. അപ്പോഴായിരിക്കും ഇതിന്റെ ഒരു കൃത്യമായ കാരണങ്ങൾ പോലീസിന് അല്ലെങ്കിൽ മനസ്സിലാവുക. ശരി നിതിൻ.